നമ്മൾ ഇന്ന് ഈ സ്ഥാപനത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫാക്ടറി വിലയിൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും സ്റ്റീൽ വാട്ടർ ടാങ്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള 13,000 രൂപ മുതലാണ് ആയുഷ് വാട്ടർ ടാങ്കിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫാക്ടറിയുടെ പ്രോഫിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഒന്നിലധികം ടാങ്കുകൾ ഒരു ദിവസം നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ 200 ലിറ്റർ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എത്ര വെള്ളം നിങ്ങൾ അത് കുറെ കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ റീസൈക്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് അല്ലേ? ഇതെല്ലാം 304ന്റെ സംഭവങ്ങൾ തന്നെയാണ്. ശരിക്കും നമുക്ക് ഒരു ടാങ്ക് ആകാൻ വേണ്ടി തന്നെ 200 ലിറ്റർ വെള്ളം വേണ്ടി വരും. ഫാക്ടറി റേറ്റിന് കൊടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കസ്റ്റമർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റീൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ തന്നെയാണ്. സ്റ്റീൽ വാട്ടർ ടാങ്കിനെ കുറിച്ച് ഈ അടുത്ത കാലങ്ങളായി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള ശാസ്താംകോട്ടയിൽ ആയുഷ് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫാക്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ ഒരു ഫാക്ടറിയുടെ പ്രോഫിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ വളരെ വിശാലമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ജില്ലാ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് ഈ സ്ഥാപനത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫാക്ടറി വിലയിൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നും സ്റ്റീൽ വാട്ടർ ടാങ്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ പരിചയപ്പെടുത്താനാണ്. അതിനപ്പുറം ജില്ലാ ഫൗണ്ടേഷൻ്റെ സ്ഥാപക കൂടിയായിട്ടുള്ള റാണി നൗഷാദാണ് നമ്മുടെ കൂടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ എന്നുള്ളത്. വീടും പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട്. ഒന്ന് സന്ദർശിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഹായ് മാഡം. നമസ്കാരം. നമ്മൾ നിങ്ങളുടെ ഒരു ഫാക്ടറിയിൽ തന്നെ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഒരു ഫാക്ടറിക്കും അപ്പുറം ഒരു ചാരിറ്റി എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഫാക്ടറി, അത് കുറച്ചും കൂടെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു? ഞാനൊരു 10 വർഷക്കാലമായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പുറത്തുനിന്ന്, അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഫാക്ടറി ഇങ്ങനെയുള്ള ഫാക്ടറികൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മളിത് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 10 വർഷം മുൻപേ സ്റ്റീൽ വാട്ടർ ടാങ്ക് ചെയ്യുന്നത്? അതെ അതെ. നമ്മളൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ സ്റ്റീൽ വാട്ടർ ടാങ്ക് വീടുകളിലേക്ക് പ്രിഫർ ചെയ്യാൻ 1-2 വർഷമായിട്ടുള്ളൂ. 10 വർഷം മുൻപേ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അല്ലേ? അതുകൊണ്ടാണോ സ്വന്തമായിട്ട് തന്നെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും. കാര്യം ക്വാളിറ്റി നമുക്കിപ്പോൾ ഒരു തവണ കൊടുക്കുന്ന ക്വാളിറ്റി ആയിരിക്കില്ല അടുത്ത തവണ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒത്തിരി കോംപ്രമൈസ് കസ്റ്റമർ ചെയ്യേണ്ടതായിട്ട്. ഒരു തവണ കൊടുക്കണ സാധനം അടുത്ത തവണ അഷ്വർ ചെയ്യാൻ പറ്റില്ല. പല കമ്പനികളെയും ഡിപ്പെൻഡ് ചെയ്യണം. മാത്രമല്ല ഇത് നമുക്കും അറിയുന്ന സാധനമല്ലല്ലോ, അധികം ആൾക്കാരിലേക്ക് എത്തപ്പെട്ടിട്ടില്ലാത്തൊരു സാധനമാണ്. നമ്മളിപ്പോ അതിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ ബ്രാൻഡ് അല്ലേ? ഇതൊരു 1000 ലിറ്റർ ആയിരിക്കും അല്ലെ? 1000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്ക് ആണ്. ഇതാണ് ഒരു സാധാരണക്കാരന്റെ വീട്ടിലേക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു വാട്ടർ ടാങ്കിലേക്ക് വരുമ്പോൾ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എത്ര ക്വാളിറ്റി, ഏത് തരം സ്റ്റീലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? ഇത് 304 ഫുഡ് ഗ്രേഡ് ക്വാളിറ്റിയിൽ വരണ ഫുഡ് ഗ്രേഡ് ആണ്. ഫുഡ് ഗ്രേഡ്. ഓക്കെ. അപ്പോൾ ഇത് സാധാരണ ടാങ്കിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ തന്നെ പല പ്രാവശ്യം പരിചയപ്പെടുത്തിയാണ്. 1000 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ അല്ലേ? എക്സ്ട്രാ പോർഷൻ ആണ് അടിയിലേക്ക്. അപ്പോൾ ഈ വാൽവ് കൊടുത്തിട്ടുള്ള ടാങ്കുകൾ പലതും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീലിൽ ഒന്നും ചളി പിടിക്കില്ല എന്നുള്ള ഒരു ഐഡിയ തന്നെയല്ലേ അതിലും? തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റിക്കും അപ്പുറം ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയുള്ള പ്രൊഡക്ഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ നമുക്ക്? പിന്നെന്താ, ലൈവായിട്ട് കാണാം. സീക്രട്ട് ഒന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ ഇതൊരു ചെറിയ വാട്ടർ ടാങ്ക്, ഒന്ന് ഇവിടെ വെക്കാൻ പറ്റുമോ? ഇത് ചെറിയ വാട്ടർ ടാങ്ക് ആണ്. 300 ലിറ്റർ ആണ് ഇത് വരുന്നത്. ഇതാണ് ഏറ്റവും ചെറുത്? ഏറ്റവും ചെറുത് ഇതാണ്. ഇപ്പൊ എന്ത് പ്രോസസ്സാണ് ഇതിൽ നടന്നിട്ടുള്ളത്? ഇത് നടന്നത് നമ്മള് ഈ ബോട്ടം ടോപ്പ് പ്രസ് ചെയ്ത് ഇത് ചേർക്കുകയാണ്. ഈ ടാങ്കിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ്. വെൽഡിംഗ് ആണ്. ഇതിപ്പോ സാധാരണ വെൽഡിംഗ് അല്ലല്ലോ. എന്ത് തരം വെൽഡിംഗ് ആണ് നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യുന്നത്? ഇതിൽ വന്നിരിക്കുന്ന വെൽഡിംഗ് സീം വെൽഡിംഗ് ആണ്. സീം വെൽഡിംഗ് അത് കാണാൻ പറ്റില്ല പുറത്ത്? ഇല്ല. നമുക്കൊരു തടിപ്പോ അല്ലെങ്കിൽ ഈ പ്രൊജക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കല് അങ്ങനെയൊന്നും ഇതിനകത്ത് വരില്ല അല്ലേ? അതെ. പിന്നെ ഇതിനകത്ത് ഈ മെയിൻ ബോഡി ഇത് സ്റ്റീലാണ്. ഇതിന്റെ തിക്നെസ് ആണ് മാർക്കറ്റിൽ നിന്ന് ആളുകൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗം. ഇത് എത്ര തിക്നെസ്? 0.6 mm ആണ്. 0.6 വരുന്നുണ്ട്. അപ്പൊ 0.6 വരുമ്പോ നമുക്ക് പെട്ടെന്നൊന്നും ഇതില്ല, ഇത് ചളങ്ങത്തില്ല. അത്ര തന്നെയാണ് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് അല്ലേ? ഡയറക്റ്റ് നമുക്ക് അടിച്ച് നോക്കിയാൽ ഒന്നും ആവില്ല. 0.6 ആണ്. ഇത് ഞാൻ വലിയ ടാങ്കിലും ചെക്ക് ചെയ്യും. പിന്നെന്താ, തീർച്ചയായും ഇവിടെ വലിയ ടാങ്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ലൈവായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഇനി കട്ടിങ് ഒന്നും ഇല്ല. ഇതല്ലേ ഇത് 1 ലിറ്റർ അല്ലേ? അതെ.
ചളങ്ങുന്നോ ഞെളുങ്ങുന്നോ ഒന്നുമില്ല. ഇത് എത്രയാണ് സൈസ് വരുന്നത്? ഇത് വരുന്നത് 2000 ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടലാണല്ലേ? സ്റ്റീൽ ടാങ്ക് ഈ രീതിയിലും പറ്റും? അതെ, തീർച്ചയായും. ഓക്കെ, എല്ലാ വാട്ടർ ടാങ്കുകളും വ്യത്യസ്ത സൈസുകളും വ്യത്യസ്ത മോഡലും വരുന്നത്, അതുപോലെ സ്റ്റീലും പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് സൈസുകൾ കണ്ടു, 1000 കണ്ടു, ഇത് കണ്ടു, ആ ചെറുത് വരെ കണ്ടു. ഏതൊക്കെ സൈസിലാണ് ഇത് വരുന്നത്? നമുക്ക് 300 ലിറ്റർ, 500 ലിറ്റർ, 1000, 1500, 2000, പിന്നെ 3000 വരുന്നുണ്ട്, പിന്നെ വരുന്നത് 5000 ലിറ്റർ. 5000 ഒക്കെ വരിക എന്ന് പറയുമ്പോൾ വലുതായി അല്ലേ? ഫാക്ടറികളിലേക്കൊക്കെ ആയിരിക്കും അത് വരുന്നത്? അല്ല, മിക്കവാറും ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പോൾ ഒരു ഫയറിന്റെ ഒരു നിയമം അനുസരിച്ച് 5000 ലിറ്റർ വേണം എന്നൊരു നിയമം വരുന്നുണ്ട്. വലിയ ബിൽഡിങ്ങുകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ 5000 ലിറ്റർ മിക്കവാറും വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഇവിടെയൊക്കെ ഓരോ സൈസുകൾ കാണുന്നുണ്ട്. ഇതൊന്നും കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതല്ലേ? ഇല്ല. ഇത് ഇനി ടോപ്പ് ആൻഡ് ബോട്ടം ഇനി നമ്മൾ അതിനകത്ത് ആ സീയിങ് വെൽഡിങ്ങിൽ വെച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സാധാരണക്കാർക്ക് അറിയില്ല, ഇതുപോലെ ഒരു സ്റ്റീൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അത് സ്റ്റീൽ കൊണ്ടുള്ള ഷീറ്റ് കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ് അതിന് പ്രോസസ്സുകൾ? എങ്ങനെയാണ് അതിന്റെ? സ്റ്റീൽ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം 300 ലിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഓരോ സൈസ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മെഷീനിൽ ഈ ഒരു റോളർ റോൾ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ റോൾ ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മളിത് ഗ്രൂ ചെയ്യണം. ഗ്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മെഷീനിൽ ഗ്രൂ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ടോപ്പ് ആൻഡ് ബോട്ടം ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സീയിങ് മെഷീനിലേക്ക് അങ്ങനെയാണ് നമ്മൾ ഈ കണ്ട ഒരു വാട്ടർ ടാങ്ക് നമ്മൾ ഫൈനലി ഇങ്ങനെ വാട്ടർ ടാങ്കിലേക്ക് വന്നത്. ഇനി ഇതിനൊരു ടോപ്പും കൂടെ വെച്ച് കൊടുത്താൽ ഓക്കെ. അതെ, ഇതിനൊരു അടപ്പ് കൂടി വെച്ചാൽ ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിലാണ് ഉള്ളത്. സാധാരണ രീതിയിൽ കേരളത്തിൽ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ ഫൈബറിന്റെ വാട്ടർ ടാങ്കുകൾ വ്യത്യസ്ത രീതിയിലാണ് നിർമ്മിക്കുന്നത്. എന്നാൽ സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ അധികമൊന്നും നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? വളരെ കുറച്ചേ ഉള്ളൂ. ക്വാളിറ്റിയിൽ മാക്സിമം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? ഒന്ന്, നമ്മുടെ ഇതിന്റെ തിക്നെസ് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഇതിന്റെ 0.6 mm എന്നൊക്കെ പറയണ അതിന്റെ തിക്നെസ്, ഹോൾ തിക്നെസ് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഇതിപ്പോ ലീക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ അവിടെ ലീക്ക് ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. പിന്നെ കൂടാണ്ട് നമ്മൾ ഇത് 304 SS, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീല് 304 ആണോ ഗ്രേഡ് എന്നുള്ളത് അഷ്വർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യണ സ്റ്റീലാണ്. ഞങ്ങൾ സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യണ സാധനങ്ങളാണ്. ഇവിടെ കുറെ ടാങ്കുകൾ 1000 ലിറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാണാം ഇതിന്റെ ഒരു ക്വാളിറ്റി. സാധാരണ സ്റ്റീൽ ടാങ്കുകൾ വിൽക്കുന്ന ആളുകൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഇതിനകത്ത് ഈ മിറർ ഫിനിഷ് എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്തുകൊണ്ട് ഈ മിറർ ഫിനിഷ് ഇത്ര പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നു? മിറർ ഫിനിഷ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ സൂര്യപ്രകാശം കൂടുതലായിട്ട്, അതായത് ഇത് ടെറസിന് മേളിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോഴത്തേക്കും ചൂട്, അറ്റ്മോസ്ഫിയറിക്കൽ കണ്ടീഷൻസ് എപ്പോഴും നമ്മളെ എഫക്ട് ചെയ്യാറുണ്ട് ഏത് ടാങ്കിനെ. അപ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്ത് പോകും. അതായത് ചൂട് അത് തന്നെയാണല്ലോ വാട്ടർ ടാങ്കിന് എതിരെ വില്ലനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സ്റ്റീൽ പ്രൊഡക്റ്റ് അല്ലേ? ഇതിനെ നന്നായിട്ട് ചൂടാകുമ്പോൾ ചൂടായി പോകില്ല? വെള്ളം ചൂടായി പോകില്ല. അതിനാണ് ഈ റിഫ്ലക്ഷൻ, ഈ ഒരു പ്രത്യേകത സാധാരണക്കാർക്ക് ഇത് മനസ്സിലാകില്ല കേട്ടോ. പക്ഷെ ഈ ഒരു പോയിന്റ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റീൽ ഇട്ടിട്ടുണ്ട്. ആ കാണാത്ത ആൾക്കാർ അത് കണ്ട്, അതുകൊണ്ട് ആൽഗെ പോലുള്ള സംഭവങ്ങൾ, പായല് ഒക്കെ പിടിക്കില്ല. കാര്യം ചൂട് അങ്ങനെ ഡയറക്റ്റ് വരുമ്പോഴാണ് ആൽഗയൊക്കെ പിടിക്കുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ കാണുന്നത് ഇതിന്റെ ടോപ്പുകളായിരിക്കും അല്ലേ? ഇതാണ് ഇതിൽ വരുന്ന ടോപ്പ്. ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന, ഇപ്പോൾ സാധാരണ നമ്മൾ ഏത് മെയിൻ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് സബായിട്ട് വരുന്ന ചെറിയ ചെറിയ പാർട്ടുകളുണ്ട്. അത് ചിലരൊക്കെ സ്റ്റീൽ അല്ലാതെ, അല്ലെങ്കിൽ ഗോൾഡിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ കുറച്ച് ചെമ്പ് കൊണ്ടുള്ള പ്രൊഡക്റ്റ്, അതുപോലെ നിങ്ങൾ ഇതിനകത്തുള്ളതൊക്കെ നമ്മുടെതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്, കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതാണ് ടോപ്പ് അല്ലേ? ഇതെല്ലാം 304ന്റെ സംഭവങ്ങൾ തന്നെയാണ്. 304 തന്നെയാണ് ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ കാണുന്ന ആളുകൾക്ക് ഒരു സംശയമുണ്ട്, അതിപ്പോ ടോപ്പാണ്, എന്നാൽ ഇതിനകത്ത് ഒരു സ്റ്റീലിന്റെ ഫിനിഷ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇതും സ്റ്റീലാണ്. എന്താണ് ഇത് തമ്മിൽ? ഇത് മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ആണ്, അത്രേ ഉള്ളത്. അത് സ്റ്റീൽ അല്ലാത്ത ഒരു സംഭവമേ അല്ല. ഇതിനകത്ത് ബോട്ടം വരുന്നതും സെയിം അല്ലേ? ടോപ്പും ബോട്ടവും എപ്പോഴും മാറ്റ് ഫിനിഷ് ആയിരിക്കും. സ്റ്റാൻഡും മാറ്റ് ഫിനിഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റാൻഡ് അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇതുപോലുള്ള ടാങ്ക് നമ്മൾ വെക്കുമ്പോൾ സ്റ്റാൻഡ് പല കമ്പനികളും ഞാൻ കണ്ടിട്ടുണ്ട്, അത് GI കൊണ്ട് അല്ലെങ്കിൽ GP കൊണ്ടൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഒരു 4 വർഷം കഴിഞ്ഞാൽ അത് തീർന്നു. നിങ്ങളത് സ്റ്റീൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്?
ഇത് തന്നെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നത് 304 സ്റ്റീൽ തന്നെയാണ്. അതെ അതെ. ഇപ്പൊ ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ അടിക്കുന്നത് കണ്ടിരുന്നു. എന്താണ് യഥാർത്ഥ വെള്ളത്തിന്റെ റോൾ ഇതിനകത്ത്? ഇത് ശരിക്കും നമുക്ക് ഒരു ടാങ്ക് ആകാൻ വേണ്ടി തന്നെ 200 ലിറ്റർ വെള്ളം വേണ്ടി വരും. 200 ലിറ്റർ? അതെ അതെ. 200 ലിറ്റർ വെള്ളം വേണ്ടി വരുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഫിനിഷിങ്, കാര്യം ഇത് ഹീറ്റ് ആയിട്ട് ഒരുപാട് ഹീറ്റ് ആയാൽ കട്ടായി പോകും. ഇവിടെ ഇത് കട്ടായി വെൽഡ് ചെയ്യുന്നത് കട്ടായി. ഇതിപ്പോ നമുക്ക് വെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല അല്ലേ, ചേർന്നിരിക്കുന്ന ഒരു ഫീൽ അല്ലേ. അത് വരാണ്ട് അതിന്റെ ഒരു ക്ലിയർ സംഭവമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 200 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഒന്നിലധികം ടാങ്കുകൾ ഒരു ദിവസം നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ 200 ലിറ്റർ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എത്ര വെള്ളം നിങ്ങൾ, അത് കുറെ കിണറുകൾ ഒഴിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ റീസൈക്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. റീസൈക്കിൾ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്ത് നമുക്ക് വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ റീസൈക്കിൾ ചെയ്താണ് എടുക്കുന്നത്. ഒരു 1 വീക്കിൽ കൂടുതൽ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കാറുമില്ല. ആ വെള്ളം നമ്മൾ വേറെ നമുക്ക് അല്ലാതെ തന്നെ ഈ മഴവെള്ള സംഭരണികളിലേക്ക് വിട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാങ്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ടാങ്കിന് ഇങ്ങനെ കുറേ ഡിസൈനുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്റ്റീൽ ഡോർ ആണെങ്കിലും സ്റ്റീൽ വിൻഡോകളാണെങ്കിലും അതുപോലെ സ്റ്റീൽ ടാങ്ക് ആണെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ ഡിസൈനുകൾ ആഡ് ചെയ്യുന്നത് അതിന്റെ ബലത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ ഈ കാണുന്നത് സാധാരണ ഒരു സ്റ്റീലിന്റെ റോളാണ്. ഇത് ടാങ്കിന് വേണ്ടിയിട്ടാണോ? ടാങ്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനകത്ത് വെൽഡിംഗ് ഉണ്ടാവുമല്ലോ, ഒന്ന് കാണണല്ലോ. ഇതാണ് വെൽഡിംഗ് അല്ലേ? ഓക്കെ, ഇത് ഒട്ടിച്ചിട്ടുണ്ട്. സീം വെൽഡ് ചെയ്തിട്ടുണ്ട്. സീം വെൽഡ് ആണ് കേട്ടോ. ഇത് ഊരിപ്പോരില്ല എന്നാണ് പറയുന്നത്. ഊരിപ്പോവില്ല. ഞാൻ ഒന്ന് വലിച്ചു നോക്കട്ടെ. അത്ര പെട്ടെന്നൊന്നും ഊരി പോരില്ല, കാരണം അത്രയും ലിറ്റർ വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ട. ഇത് 2000 ലിറ്റർ ആണ്, 2000 ലിറ്റർ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ ഇതിന്റെ ഈ റോളിംഗ് കഴിഞ്ഞ ഒരു പോർഷൻ അല്ലേ? അതാണ്. ഇതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോസസ്സ് വരുന്നത്, അടപ്പുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് സ്റ്റീൽ തന്നെയാണ് നിങ്ങളെ മെറ്റീരിയൽ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങളെ സ്റ്റീൽ ഫാക്ടറിയിൽ അല്ലേ, ആയുഷിന്റെ ഫാക്ടറിയിലാണുള്ളത്. ഇത് ടോട്ടൽ എത്ര ഏരിയ ഉണ്ട്? 5300. ഈ ഒരു ഏരിയ 5300 സെന്റ് 56 സെന്റിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ ഇവിടെ നമ്മുടെ മേക്കിംഗ് ഏരിയ, ഈ ഭാഗത്ത് ലേബേഴ്സിനുള്ള ഏരിയ, അവിടെ ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ. അത് നമ്മൾ ഈ എല്ലാം ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യണ സാധനം അവിടെയാണ് അല്ലേ? നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്യും, ഇതിന്റെ ക്വാളിറ്റി ചോർച്ചയുണ്ടോ എന്നൊക്കെ അറിയണോ. അതെല്ലാം അവിടെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനിടയ്ക്ക് എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കണം. നിങ്ങളെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വനിതയിലൊക്കെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വന്നിരുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണില്ല. നമ്മളെല്ലായ്പ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഒരു ഫാക്ടറി തന്നെ നിർമ്മിച്ച് അതിന്റെ പ്രോഫിറ്റ് അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് നമ്മൾ ശാസ്താംകോട്ട പ്രോപ്പർ ഏരിയ ഏതാണത്? റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് വരും. ആഹാ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ആനയെ കണ്ടിരുന്നു. ആന ഉണ്ട് കേട്ടോ ഇവിടെ. ആന നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആണ് കേട്ടോ. സാധാരണ ഫ്രണ്ടിന്റെ ബൈക്ക് ഉണ്ട്, ഇവിടെ കാറുണ്ട്, ആന തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് ടാങ്കുകൾ നിറയെ നിരത്തി വെച്ചിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയത് അല്ലേ? ഇത് 1000 ഉണ്ട്, 2000 ഉണ്ട്. ഇത് ടെസ്റ്റിങ്ങിന് ശേഷമുള്ള പ്രൊഡക്റ്റുകളായിരിക്കും അല്ലേ? ഇപ്പോൾ 1000 ആണ് ഒരു സാധാരണ വീടുകളൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യാറില്ല അല്ലേ? 1000 ഒരു 4 മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയിലേക്ക് 1000 ലിറ്റർ മതി. ഇത് 2000 ആയിരിക്കും അല്ലേ? ഇത് 2000 അല്ല, സോറി, ഇത് 1000, ഇത് 1000. ഇതാണ് 2000. ഓക്കെ, പെട്ടെന്ന് എല്ലാം കൂടെ കണ്ടപ്പോൾ അളവ് തെറ്റിപ്പോയി. ഓക്കെ, മിറർ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണും അല്ലേ? നമ്മളെ പടം ഇതിൽ കാണും, അതേപോലെ കാണും. ഓക്കെ, ഇതിന്റെ ലൈക്ക് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഇതിന്റെ വെൽഡിംഗ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ ഈ ടാങ്ക് മാത്രം വാങ്ങിയ ഒരു സാധാരണ ജിയിൽ ഒരിക്കലും ചെയ്യരുത്. അത് അതിന്റെ ക്വാളിറ്റി നശിപ്പിക്കുകയാണ്. ഒരു 4-5 വർഷം കഴിയുമ്പോൾ തീർന്നു പോകും. അപ്പോൾ നമുക്ക് ഈ ലെഗിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ നിങ്ങൾ തന്നെ ഇവിടെ ചെയ്യാം. നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെ ലെഗുകളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഇതും സ്റ്റീൽ തന്നെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇവിടെ ഞാൻ ഇവിടെ കാണുന്നതിനൊക്കെ തുരുമ്പുള്ളത് പോലെ എനിക്കൊരു ഫീൽ ചെയ്തു. ഇത് പഫ് ചെയ്യണതിന് മുന്നേ ഉള്ളതാണ്. പഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയി. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രിക് വർക്കുകളൊക്കെ ഒരുപാട് വരുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട പവർ എങ്ങനെയാണ് നിങ്ങൾ ട്രാൻസ്ഫോമർ ചെയ്തിട്ടുണ്ടോ? നമുക്കിവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. ഏകദേശം 15 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഇലക്ട്രിഫിക്കേഷനും നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനും കൂടി വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് ഏകദേശം ഒരു 100 കിലോ വാട്ട് പവർ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഫുൾ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് വന്നത്.
ഇതുപോലെ വാട്ടർ ടാങ്ക് എന്ന് പറയുമ്പോൾ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ആളുകൾ ഉപയോഗിക്കുന്നത് ഫൈബറിൻ്റെ വാട്ടർ ടാങ്കുകളാണ് കൂടുതൽ. അപ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതിൻ്റെ പ്രൈസും ഇതും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. എന്നാലും മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല സ്റ്റീൽ ടാങ്ക് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതും ഈ ഒരു ക്വാളിറ്റിയിലെ ടാങ്കും പ്രൈസിൽ നിങ്ങൾക്ക് കുറച്ച് കൊടുക്കാനൊക്കെ പറ്റുമോ? നമ്മളിത് ഫാക്ടറി റേറ്റിനാണല്ലോ കൊടുക്കുന്നത്. ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് സെയിൽ ചെയ്യാണ്. അതെ അതെ. ഫാക്ടറി റേറ്റിന് കൊടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കസ്റ്റമർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് വന്നത്. അല്ലെങ്കിൽ നമുക്കും ഇപ്പോൾ ഈ പലരും ചെയ്യുന്ന പോലെ ഫാക്ടറി പുറത്തുനിന്ന് നമുക്കിത് ഔട്ട്സോഴ്സ് ചെയ്ത് ലേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്ത ഒരാളാണ് ഞാനും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി അഫോർഡബിൾ റേറ്റിന് നമുക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടും നമുക്കിങ്ങനെ ഒരു ചാരിറ്റി മൈൻഡ് ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു ഫാക്ടറിയിലേക്ക് വന്നത്. ഓക്കെ ഓക്കെ. അതായത് നിങ്ങൾ വാങ്ങുമ്പോൾ അതിൽ പ്രൈസ് ഡിസ്കൗണ്ട് ഉള്ളത് അതൊരു ചാരിറ്റി, ഇനി അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അത് മറ്റൊരു ചാരിറ്റി. അതെ അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ആളുകൾക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? നമുക്കിപ്പോൾ 300 ലിറ്റർ 500 ലിറ്റർ ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 300 ലിറ്റർ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 13,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 13,000 രൂപ മുതലാണ് ആയുഷ് വാട്ടർ ടാങ്കിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് വെള്ളം നിറക്കുകയാണ് അല്ലേ? ഇതിന് ലീക്ക് വല്ലതുണ്ടോ നോക്കണമല്ലോ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ടാങ്കിനും ചെയ്യണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ലീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ അത് ക്ലിയർ ചെയ്താൽ മതി അല്ലേ? അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു സാധനം പുറത്തേക്ക് വിടുള്ളൂ. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏത് ടാങ്ക് ആണെങ്കിലും ഇതിന് കുറേ വെള്ളം വേണ്ടേ? നമ്മൾ നിൽക്കുന്നത് ടാങ്കിലാണോ? അതെ, ഇത് വാട്ടർ ടാങ്കാണ്. ഇതൊരു ടാങ്കാണോ? ഇതൊരു ടാങ്കാണ്. അപ്പോൾ വെള്ളത്തിന് നല്ല സൗകര്യമുള്ള സ്ഥലത്ത് തന്നെയാണ്. 10,000 ലിറ്റർ സ്റ്റോറേജ് ഉള്ള ടാങ്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫാക്ടറിയിലെ കാഴ്ചകളിലെ ഇതുപോലുള്ള വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന് ഫാക്ടറി വിലയിലാണ് സ്റ്റീൽ ടാങ്ക് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. രണ്ട്, ഇതൊരു ചാരിറ്റി പർപ്പസും കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ വീടുകളിൽ സ്റ്റീൽ ടാങ്ക് ആവശ്യമുള്ള ആളുകൾ ഇനി എന്തായാലും ഈ ഒരു സ്റ്റീലിലേക്ക് മാറും. സാധാരണ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറും. അപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ആയുഷ് എന്നുള്ളത്. ഓക്കെ, ആയുഷ് വാട്ടർ ടാങ്ക് ലഭിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ? തീർച്ചയായിട്ടും. ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, കേരളത്തിൽ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും? കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെലിവറി എങ്ങനെയാണ്? ഷോപ്പ് ത്രൂ ആണോ അതോ ഡയറക്റ്റ് ഫാക്ടറി ഡെലിവറി ആണോ? എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും. കാര്യം ചിലപ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും ഡീലർ വഴിയാണെങ്കിൽ അങ്ങനെ, അല്ല നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, പ്രൈസ് നിങ്ങളായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ വളരെയധികം നന്ദി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. നമസ്കാരം.